കോടതിയലക്ഷ്യ കേസിൽ മാപ്പ് പറഞ്ഞ് പരസ്യങ്ങൾ നൽകിയ പത്രങ്ങളുടെ യഥാർത്ഥ പേജുകൾ നേരിട്ട് ഹാജരാക്കാൻ പതഞ്ജലിയോട് സുപ്രീം കോടതി. പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാൻ വൈകിയതിൽ ഉത്തരാഖണ്ഡ് സർക്കാരിനും കോടതി രൂക്ഷമായി വിമർശിച്ചു. പതഞ്ജലി പരസ്യവിവാദവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ രാംദേവിന്റെ മാപ്പപേക്ഷയെ വിമർശിച്ച സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞു നൽകിയ പത്രങ്ങളുടെ കട്ടിങ്ങുകൾ കോടതിയിൽ ഹാജരാക്കാൻ അന്ത്യശാസനം നൽകി. പത്രങ്ങളുടെ PDF പകർപ്പുകൾ ഫയൽ ചെയ്തതിനെ വിമർശിച്ചാണ് കോടതി അവസാന അവസരം നൽകിയത്. പരസ്യം നൽകിയ അതേ വലിപ്പത്തിൽ തന്നെയാണോ മാപ്പ് പ്രസിദ്ധീകരിച്ചതെന്നും ഭൂതക്കണ്ണാടി വെച്ചാണോ നോക്കേണ്ടതെന്നും പത്രങ്ങളിൽ നൽകിയ മാപ്പപേക്ഷയെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. അതേസമയം പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാൻ വൈകിയതിൽ ലൈസൻസിംഗ് അതോറിറ്റിയായ ഉത്തരാഖണ്ഡ് സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ കോടതിയിൽ മാപ്പ് പറഞ്ഞെങ്കിലും ഗുരുതര വീഴ്ചയാണ് ഉത്തരാഖണ്ഡ് സർക്കാരിൽ നിന്നുണ്ടായതെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. 4 വർഷം സർക്കാർ എന്തെടുക്കുകയായിരുന്നുവെന്നും ഓരോ നടപടിയും കോടതി നിർദ്ദേശത്തിന് ശേഷം മാത്രമായിരുന്നുവെന്നും കോടതി കുറ്റപ്പെടുത്തി. 14 മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പതഞ്ജലിയുടെ ലൈസൻസ് ഉത്തരാഖണ്ഡ് സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കോടതി നടപടികൾക്കിടെ IMA അധ്യക്ഷൻ നൽകിയ അഭിമുഖത്തെപ്പറ്റി രാംദേവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചതോടെ ഇത് ഹാജരാക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. ഗൗരവകരമായ കാര്യമെന്നും വിഷയം പരിശോധിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.